നമസ്തേ നമസ്തേ എല്ലാവർക്കും ഗുഡ് മോർണിംഗ്. ഇന്ന് എന്താ കറി വയ്ക്കുക? തക്കാളി തന്നെ വെക്കാമെന്ന് വിചാരിച്ചിരിക്കണം കേട്ടോ. തക്കാളി കൊണ്ട് നമ്മൾ കഴിഞ്ഞ പ്രാവശ്യം പരിപ്പിട്ട് നാളികേരം അരച്ചിട്ട് അടിപൊളി ഒരു കറി ഉണ്ടാക്കി. ഒരുപാട് ആൾക്കാർക്ക് അത് ഇഷ്ടമായി എന്ന് പറഞ്ഞു. എളുപ്പം ഉണ്ടാക്കാൻ പറ്റണ തക്കാളി കറിയായിരുന്നു അത്. അതിന് മുന്നായിട്ട് ഞങ്ങൾ തക്കാളിയും സവാളയും കൂടിയിട്ട് പച്ചയ്ക്ക് വേവിക്കാണ്ട് ഒരു കറി ഉണ്ടാക്കി. അതും ആൾക്കാർക്ക് ഇഷ്ടമായി എന്ന് പറഞ്ഞു കേട്ടോ. സന്തോഷം കേട്ടോ, നിങ്ങൾ ഇഷ്ടമായി എന്ന് പറയുമ്പോൾ ഞങ്ങൾക്ക് ഭയങ്കര സന്തോഷം കേട്ടോ എനിക്ക്. ഇനി പിന്നെ ഇന്നിപ്പോൾ ഞാൻ വിചാരിക്കുകയാണ്, ഞാൻ ചോദിച്ചു ഇനി എന്താ തക്കാളി ഉണ്ടാക്കാൻ പറ്റിയ എളുപ്പമുള്ള കറി. അപ്പോൾ ജയശ്രീ പറഞ്ഞൊരു സൂത്രം ഉണ്ടല്ലോ, പരിപ്പും തക്കാളിയും മാത്രം മതി, അതിൽ നാളികേരേ വേണ്ട. അത് ഇത്ര എളുപ്പത്തിൽ, അതിനേക്കാൾ എളുപ്പം ഉണ്ടാക്കിയേക്കാൾ എളുപ്പത്തിലാണ് ഈ കറി. അടിപൊളി കറിയാണെന്ന് പറഞ്ഞത്. അത് ചോറുണ്ണാനായാലും അതുപോലെ തന്നെ ചപ്പാത്തി കഴിക്കാനായാലും ഒക്കെ, അതിന് ദോശ കഴിക്കാനായാലും ഒക്കെ എല്ലാവർക്കും ഇഷ്ടപ്പെടും അത് കേട്ടോ. നല്ല കറിയാണ്. അപ്പം ഞാൻ വിചാരിച്ചു ഇന്ന് അങ്ങനെ ഇട്ടാലോ, എല്ലാവർക്കും ഇഷ്ടപ്പെടും. നമുക്ക് ഒന്നും കൂട്ടാൻ വെക്കാനില്ല എങ്കിൽ തക്കാളി ഉണ്ടെങ്കിൽ പെട്ടെന്ന് വെക്കാൻ പറ്റണ, അത് എളുപ്പത്തിൽ വെക്കാൻ പറ്റുന്ന ഒരു കറിയാണ് ഇത് കേട്ടോ. നോക്കാം നമുക്ക്. അപ്പം നമുക്ക് തുടങ്ങാം അല്ലേ പണി. അതിനായിട്ട് നോക്കൂ, 2 വാളം പരിപ്പ്, ഒരു കൈ നിറയാൻ ഒരു വാളം എന്ന് പറയുന്നത്, ഒരു വാളം കൂടി. നാളികേരം അരക്കണില്ലല്ലോ, പരിപ്പ് വേണം. 2 വാളം പരിപ്പ് എടുത്തു. ഇത് കഴുകിയിട്ട് നമുക്ക് കുക്കറിലൊന്ന് വേവിക്കാം. കഴുകിക്കൊണ്ടുവരാം. നന്നായിട്ട് കഴുകി നമുക്ക് അടുപ്പത്ത് വയ്ക്കാം. ഈ പരിപ്പൊന്ന് ഇതിലിരുന്ന് കുതിർന്നിട്ട് വേവിക്കുകയാണെങ്കിൽ പെട്ടെന്ന് വെന്ത് കിട്ടും കേട്ടോ. ഇപ്പോൾ ഗ്യാസിനൊക്കെ ക്ഷാമമുള്ള കാലമായതുകൊണ്ട് വിറകടുപ്പിലാണ് കൂടുതൽ കറികൾ നമ്മളൊക്കെ വെക്കണത് കേട്ടോ. അപ്പോൾ ഞാനിന്ന് കുക്കർ വെക്കാൻ വേണ്ടി മാത്രം ഗ്യാസ് വെക്കണതാണ്. ഒന്ന് കുതിർന്നാൽ പെട്ടെന്നാവും കേട്ടോ. കുറച്ച് വെള്ളം കൂടി ഒഴിച്ചു. അടുപ്പത്ത് വയ്ക്കാം. തീ കത്തിച്ച് ഒരു 2 വിസിലാകുമ്പോഴേക്കും അത് വേവും. പരിപ്പ് വേകുമ്പോഴേക്കും അതിലേക്ക് തക്കാളി 3 എടുത്ത്, നന്നായിട്ട് പഴുത്ത തക്കാളി കേട്ടോ. കണ്ടോ, ഈ 3 തക്കാളി നമുക്ക് നുറുക്കി വെക്കാം. അപ്പോഴേക്കൊക്കെയാണ് അതാവുള്ളൂ. ഇതെന്തുണ്ടാവും കേട്ടോ, പരിപ്പ് ആവട്ടെ. പ്രഷർ പോയി കഴിഞ്ഞാൽ വെന്തൂല ജസ്റ്റ് സൂപ്പറായിട്ട് വെന്തൂട്ടാ. എന്താ പറയുക ഗുണം, നല്ല പരിപ്പാണ്. ആ പരിപ്പിൻ്റെ ഒരു വ്യത്യാസം കേട്ടോ. അപ്പോൾ നോക്കൂ, 2 വിസിലോട് ഇതുപോലെ വെന്തൂട്ടാ. ബെസ്റ്റായിട്ട് വെന്തു. ഇനി എന്ത് ചെയ്യണം? തക്കാളി ഇടാം, ഇട്ടോളൂ. എന്നിട്ട് പിന്നെ എന്ത് ചെയ്യണം? തക്കാളി പച്ചമുളക് കൂടി ഇടാം അല്ലേ. കാന്താരി മുളക് പ്ലസ് മറ്റേ മുളക്, കാന്താരി ഇട്ടേക്കണത് കുഞ്ഞൊക്കെ. കാന്താരി മുളകും പിന്നെ തക്കാളി, 3 തക്കാളി ഇട്ടേക്കണത്. ഇനി വേറെ മുളക് ഇടണ്ട അല്ലേ? ഇടണ മുളക് പൊടി ഇടണ വേണ്ട അല്ലേ? മഞ്ഞപ്പൊടി ഇടണ്ട. ഇതിലൂടെ ഉപ്പിട്ടു. വെള്ളം തുറങ്ങി നോക്കും. ഒരു ഗ്ലാസ് മതിയാ. ഇനി അടച്ചിട്ട് 2 വിസിൽ വരുത്താം. അപ്പോൾ ഇതൊക്കെ ബെസ്റ്റായിട്ട് വന്നിട്ടുണ്ടാവും. വേറെ മുളക് പൊടി വേണ്ട, മഞ്ഞപ്പൊടിയും ഈ പച്ചമുളക് മാത്രം മതി. ഇനി അടച്ചോളൂ. യെസ്, 2 വിസിൽ വരട്ടെ. 2 വിസിൽ വന്നു. തക്കാളി ഇട്ടിട്ട് പ്രഷർ പോയി കഴിഞ്ഞു കേട്ടോ. തുറക്കാം. ഓണം തിളക്കുന്ന വേണ്ടല്ലോ. നീ 201 കൊടുത്തായിക്കോളൂ അല്ലേ. കറിവേപ്പിലിടാം, ഇഷ്ടംപോലെ കറിവേപ്പില. ഇത്തിരി വെളിച്ചെണ്ണ ഒഴിക്കാം അല്ലേ.
നന്നായിട്ട് ഇത് ഒന്ന് ഉടച്ചാൽ തക്കാളിയൊക്കെ ഒന്ന് ഉടച്ചാൽ അടിപൊളിയായിരിക്കും അല്ലേ. ഉപ്പ് നോക്കണല്ലേ, ഉപ്പ് നോക്കട്ടെ. ഞാൻ ഒന്ന് നോക്കൂ അല്ലേ, ഇത്തിരി ഉപ്പ് കൂടി വേണം. അതെല്ലാം വലിയ നോക്കൂ, നല്ല സ്രാ കൂട്ടാറുണ്ട്. കോരി കുടിക്കാം കേട്ടോ. ഉപ്പ് കുറച്ച് ഉപ്പ് കൂടി ഇട്ടു കേട്ടോ അങ്ങോട്ട്. സൂപ്പറാ. പകർത്തല്ല, ഇങ്ങനെ ഒഴിക്കാം കേട്ടോ നമുക്ക്. പോട്ടെ കേട്ടോ. പക്ഷേ ഇന്ന് കൂടുതൽ ചോറ് വേണം. എന്നൊക്കെയാണെന്നറിയോ, ഇത് നല്ല ഇഷ്ടമുള്ള കൂട്ടാനാണ്. പക്ഷേ ഇത് രാജേട്ടന് അത്രയ്ക്ക് വലിയ ഇഷ്ടമൊന്നുമില്ല കേട്ടോ. പക്ഷെ എനിക്ക് നല്ല ഇഷ്ടമാണ്. ശേഷക്ക് ഇഷ്ടമല്ല. ഓ എന്താ രസം അല്ലേ. എനിക്ക് ഇത്തിരി മരുന്ന് പറയാനില്ലല്ലോ. അടിപൊളി സാധനം വേറെ കേട്ടോ. ചമ്മന്തി ഇനി വേറെ ഒന്നും വേണ്ട, മാത്രം മതി. അടിപൊളി കൂട്ടാൻ കേട്ടോ. എങ്ങനെയുണ്ട്? നല്ലതന്നെ, ഇഷ്ടമല്ലേ. നല്ലൊരു കൊഞ്ചേശേ കിട്ടിയ ഫസ്റ്റ് മുളക, ചൂനമുളകേ. സൂപ്പറാട്ടോ. ചപ്പാത്തിക്കും പറ്റും. കട്ടി വേണം. ചപ്പാത്തി കുറച്ചും കൂടി കട്ടി വേണം. ഇതിപ്പോൾ ചോറിന് സൂപ്പറാണ്. നമുക്ക് ഉണ്ട് ലാഭം. നാളികേരം വേണ്ട, അരയ്ക്കണ്ട, ചെറുകണ്ട, ചിലവില്ല. പിന്നെ പരിപ്പും തക്കാളി മാത്രം. പച്ചമുളക്, മഞ്ഞപ്പൊടി, ഞാൻ ബോംബെക്കാർ വരുമ്പോഴേ പറയും, ഒരു ദിവസം ഞാൻ ഗുരു പറഞ്ഞപ്പോൾ കറിയൊന്നും കഴിക്കും. ഇതുണ്ടായിരുന്നു. പിന്നെ അയാളത് എനിക്ക് ഇഷ്ടപ്പെടുന്നൊന്നും അറിയില്ല. ഞാൻ വെച്ചെടുക്കുക കറിയൊന്നുമില്ല. തക്കാളി പരിപ്പിട്ട് ഇങ്ങനെ വെറുതെ വെച്ച് എല്ലാവർക്കും ഭയങ്കര ഇഷ്ടമാണ്. വീണ്ടും വെക്കില്ല എന്നത് പിന്നെ അവരെന്ന് വരെയും പറയും ആ കറി വെച്ചാണ് വരുമ്പോഴേക്കും വിളിച്ച് പറയും ഭക്ഷണം കഴിക്കാം. സൂപ്പറാട്ടോ. എല്ലാവരും ഉണ്ടാക്കിക്കോളോ. ചിലവ് കുറവാണ്, എളുപ്പമാണ്. കൊച്ചുകുട്ടികൾക്ക് മുളക് മാറ്റി വെച്ചാലേ കുട്ടികൾക്ക് ഇഷ്ടമാവും. അപ്പം നിങ്ങൾക്ക് ഇഷ്ടമായ ഈ കറി ഇഷ്ടമായി ലൈക്ക് ചെയ്തോളൂ കേട്ടോ. പിന്നെ എനിക്ക് ഇന്ന് വേറൊരു കാര്യം പറയാനുള്ളത്, ഞങ്ങൾക്ക് ഇന്നൊരു ഗസ്റ്റ് ഉണ്ടായിരുന്നു രാവിലത്തെ ഗസ്റ്റ് എന്ന് വെച്ചാൽ രാജേട്ടൻ്റെ രാജേട്ടൻ്റെ ചെറിയച്ഛൻ്റെ മകൻ തങ്കപ്പേട്ടനും പിന്നെ ഭാര്യയും അംബുജ. അവർ ശബരിമലയ്ക്ക് പോകാൻ വേണ്ടി വന്നതാണ്. അപ്പോൾ അവർ നാളെ പോവുകയും ചെയ്യും.
അപ്പോൾ ഇങ്ങോട്ട് അവർ ഗുജറാത്തിലാണ് കേട്ടോ, അവരൊക്കെ അഹമ്മദാബാദ് താമസിക്കുന്നത്. അവർ വന്നപ്പോൾ ഇങ്ങോട്ട് വന്നു, സർപ്രൈസ് വിസിറ്റായിരുന്നു. വന്നത് ഞാൻ അറിഞ്ഞിരുന്നു കേട്ടോ, പറഞ്ഞത് വിളിച്ചിട്ടുണ്ടായിരുന്നു തന്നെ പേട്ട. അപ്പോൾ ഞങ്ങൾ ജസ്റ്റ് ചായയും ഇത്തിരി എന്താണ് തക്കാളി മുറുക്കൊക്കെ കൊടുത്ത് കാലത്ത് അത് എനിക്ക് കാണിച്ചു തരാം കേട്ടോ ഞാൻ. അപ്പോൾ ഇഷ്ടമായി ഒരു ലൈക്ക് ചെയ്യാം. ഓക്കെ, നമ്മുടെ ഗസ്റ്റാണ് കേട്ടോ. ഇന്നത്തെ വീഡിയോയിൽ നിങ്ങളെ ഞാൻ ഉൾപ്പെടുത്തുന്നുണ്ട് കേട്ടോ. കുഴപ്പമില്ലല്ലോ, അമ്പുജ കണ്ടോളൂ കേട്ടോ. ഇത് രാജേട്ടൻ്റെ കുഞ്ഞച്ഛൻ്റെ മോനാണ് തങ്കപ്പേട്ടൻ. ഗുജറാത്തിൽ വർക്ക് ചെയ്യണു, റിട്ടയർ ആയില്ലേ. ഇത് ആളുടെ വൈഫാണ് അംബുജം, റിട്ടയർഡ് ഗവൺമെൻറ് ഏതിലെ ഓഫീസറിന് ഗ്രീംകോ റിട്ടയർഡായി. ഇപ്പോൾ സ്വസ്ഥമായിട്ടിരിക്കുന്നു. ഇപ്പോൾ എന്തിനാ വന്നത് നിങ്ങളിപ്പോൾ ശബരിമലയ്ക്ക് പോകാൻ? ശബരിമല യാത്രയൊക്കെ കഴിഞ്ഞ് വന്നു. ഇന്നലെ വന്നു. അതെ അല്ലേ, ആദ്യമായിട്ട് പോണതാ. പറ്റിയില്ല, തിരക്കുണ്ടായില്ല. രേഖയുടെ അശോകന ആളെല്ലാം എനിക്ക് മനസ്സിലായില്ല. അശോകൻ പിന്നെ ആളെ വന്നിട്ട് പറഞ്ഞു അറിയില്ല ഇപ്പൊ ഈ മുടി ഇത്ര വന്നു, താടി ഇത്ര വന്നു. അത് ശരി. അവിടെ ചെന്നപ്പോഴെ കണ്ടത് നിങ്ങള്? അവിടെ അല്ല, അവിടെ നമ്മളെ കണ്ടത് അവര് ഈ റെസ്റ്റോറന്റ് പോയി ആദ്യം കണ്ടു. കണ്ടു അവിടെ ചെന്നപ്പോ ഞങ്ങൾ പരിചയപ്പെട്ടു. അന്നേരം ഇത്ര മേൽശാന്തി നമ്മുടെ നാട്ടുകാരനല്ലേ. അറിയാം. ഒമ്പോ ശരി ശരി ശരി, പിടി കിട്ടി. അപ്പൊ പിന്നെ എളുപ്പമായി. അച്ഛന്റെ വീട്ടുകാരനാ. ഞങ്ങള് 18-ാം പടി കഴിഞ്ഞിട്ട് ആദ്യം മത്സ്യന്തര ഓഫീസിലൊക്കെ കെട്ടൊക്കെ അവിടെ ഭക്ഷണം കിട്ടിപ്പോയി. പിന്നെ മേൽശാന്തി കണ്ടു. പിന്നെ അപ്പൊ പോലീസുകാരൻ വന്നു, നടത്തി കൊണ്ടുപോയി. സുഖമായിട്ട് തൊഴുതു അല്ലേ? ഭാഗ്യം. തിരിച്ചിവിടെ വന്നു. വൈകുന്നേരത്തെ കഞ്ഞിയും പയറുകറിയും കിട്ടി, അത് കഴിച്ചു. കുറച്ച് കഴിഞ്ഞപ്പോ ഹരിവരാസനത്തിന്റെ സമയമായി. മേൽശാന്തി പറഞ്ഞു കൂടെ പോന്നോളൂ. അയ്യോ നന്ദിപുലങ്കാര അതിന്റെ ഗുണം കണ്ടോ? അങ്ങനെ അതാണ് അതിന്റെ ഇത്. കംപ്ലീറ്റ് ചെയ്ത് വാസുപുരത്തല്ലേ തിരുമേനിയുടെ വീട്? വാസുപുരത്തല്ലേ? അവിടുത്തെ പിന്നെ വീട്ടില് തിരിച്ചാരും കൂടെ വന്നു. അപ്പൊ ഞങ്ങൾ പിന്നെ റൂം എടുക്കാൻ വന്നു. അവിടെ പോയി കാരണം നെയ്ത്തേങ്ങ കുറച്ച് ഇതെല്ലാം ചെയ്തു. അത് കഴിഞ്ഞ നെയ്യഭിഷേകം നട്ടു. പഴമസ്വാമി ഗുരുസ്വാമി ഞാൻ എത്ര 2 കൊല്ലം കൊണ്ട് അങ്ങനെ ഫോളോ ചെയ്യാം. അതെ 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 അതെ, ശരിക്കും അപ്പൊ കർത്താവ് തന്നെ. അതെ, കൊല്ലങ്ങളായിട്ട് അപ്പുവർത്താവായിരുന്നു അവിടെ. അപ്പുവർത്താവിന്റെ മോനാണ് സുധാകരൻ. അപ്പുവർത്താവിന്റെ മക്കളൊക്കെ വലിയ ആൾക്കാരാണ്. അപ്പുറത്താവ് ഞങ്ങൾക്ക് വീണ്ടാക്കാൻ. പിന്നെ അങ്ങനെ വിളിച്ച് നമ്മള് ഉണ്ടാക്കി കൊണ്ടുപോയി. ആ പാരമ്പര്യം എല്ലാ പിള്ളേർക്കും കൊണ്ടുപോകും. അതെ അതെ അതെ, എല്ലാവർക്കും ഉണ്ട് കേട്ടോ. അതെ അതെ, നാരായണൻ. അങ്ങനെ കുറച്ചു നേരം വർത്തമാനമൊക്കെ പറഞ്ഞ് ചായ കുടിച്ച് അവർ തിരിച്ചു പോയി കേട്ടോ.